വർഷങ്ങൾക്ക് മുമ്പ് തനിക്കുണ്ടായ സ്വപ്നത്തെപ്പറ്റി കാർലോ അക്യൂറ്റീസിൻ്റെ അമ്മ ആന്റോണിയ പറഞ്ഞതിങ്ങനെ: ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. കാർലോ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഉടനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടും, വളരെ പെട്ടെന്ന് വിശുദ്ധനായും. അവൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ സ്വപ്നത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കണ്ടിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥൻ കൂടിയായ വിശുദ്ധ ഫ്രാൻസിസ് എന്നോട് പറഞ്ഞു, നിന്റെ മകൻ ഉടൻ മരിക്കും, എന്നിരുന്നാലും അവൻ സഭയിൽ വലിയവനായി കരുതപ്പെടും. അതിനുശേഷം കാർലോ ഒരു വലിയ ദേവാലയത്തിനോളം ഉയർന്നു നിൽക്കുന്നതായി കാണപ്പെട്ടു. അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അവൻ്റെ മരണവും രോഗവും ചുരുങ്ങിയ കാലത്തെ ജീവിതവും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കാർലോയെ ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് മാതൃകയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. M3 തരത്തിൽപ്പെട്ട ലുക്കീമിയയ്ക്ക് തീവ്രവേദനയാണെന്നറിയാവുന്ന ഡോക്ടർ അവൻ്റെ അവസാന നാളുകളിൽ ഈ വേദന മോന് സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, എന്നേക്കാൾ കൂടുതൽ സഹിക്കുന്ന ആളുകളുണ്ട് എന്നായിരുന്നു അവൻ്റെ പുഞ്ചിരിയോടെയുള്ള മറുപടി. താൻ കടന്നുപോയ കഷ്ടതകളിലല്ല അവൻ്റെ ദൃഷ്ടി പതിഞ്ഞിരുന്നത്, തന്നെ സൃഷ്ടിച്ച് സ്നേഹിക്കുന്ന ദൈവത്തിൽ മാത്രം. ദൈവം സ്നേഹത്തെ പ്രതിയാണ് സഹനങ്ങളും സങ്കടങ്ങളും തരുന്നതെന്നും ഈ കുരിശുകളെ സന്തോഷപൂർവ്വം സഹിക്കാൻ കൂദാശകളിലൂടെ അവിടുന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുന്നുവെന്നും കാർലോ അക്യൂറ്റീസ് വിശ്വസിച്ചു. ദിവ്യകാരുണ്യമായിരുന്നു അവൻ്റെ ശക്തി സ്രോതസ്. തന്നെ സ്വന്തമാക്കിയ ദിവ്യസ്നേഹത്തിന് പകരമായി സ്വന്തം ജീവിതം മുഴുവനായും അർപ്പിച്ചു. ഭൗമിക ജീവിതം വിട്ടുള്ള യാത്ര അവന് സന്തോഷപ്രദമായിരുന്നു. കാരണം തൻ്റെ പ്രിയ സ്നേഹിതനുമായുള്ള വിട്ടുപിരിയാത്ത ഐക്യമാണല്ലോ മരണം നമുക്ക് സമ്മാനിക്കുന്നത്. അവൻ്റെ പ്രവചനം പോലെ തന്നെ ആശുപത്രിയിലായിരിക്കുമ്പോൾ അവന് 70 കിലോ തൂക്കമുള്ളപ്പോൾ തലച്ചോറിലെ രക്തസ്രാവം പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിച്ചു. അവൻ്റെ ജീവിതം ഹ്രസ്വമായിരിക്കുമെന്ന് അവന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു. കാർലോ അക്യൂറ്റീസിനെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്താൻ കാരണമായ ഒരു പ്രധാന സംഭവം 2013 നടന്ന ഒരു ബ്രസീലിയൻ ബാലൻ്റെ രോഗസൗഖ്യമാണ്. പാൻക്രിയാസിൻ്റെ ഘടനയിൽ ജന്മന ഉണ്ടായിരുന്ന വൈകല്യമായിരുന്നു അവൻ്റെ അപൂർവ രോഗത്തിന് കാരണം. കാർലോയുടെ അമ്മ ആ അത്ഭുതത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു: കാർലോയുടെ ഭക്തനായ വൈദികനൊപ്പം ആ ബാലൻ്റെ കുടുംബം 3 ദിവസം കാർലോയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. 3-ാം ദിവസം കുട്ടി വിശക്കുന്നെന്ന് പറയുകയും ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് കുട്ടി പൂർണ്ണമായും സുഖപ്പെട്ടു. ഡോക്ടർമാർ അത് കണ്ടെത്തി. വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘത്തിൻ്റെ മെഡിക്കൽ കൗൺസിൽ 2019 നവംബറിൽ അത്ഭുതത്തെ അംഗീകരിച്ചു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കാർലോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാനുള്ള ഡിക്രിയിൽ ഒപ്പുവെച്ചതായി വത്തിക്കാൻ അറിയിപ്പുണ്ടായതിന് ശേഷം 2020 ഒക്ടോബർ 10 കാർലോയുടെ ഇഷ്ടസ്ഥലവും ആത്മീയ പ്രചോദനവുമായിരുന്ന അസീസിയിൽ വെച്ച് വിശുദ്ധരുടെ നാമകരണ തിരുസംഘത്തിൻ്റെ പ്രിഫെക്റ്റ് കാർഡിനാൽ ജിയോവനി ആഞ്ചലോ ബെച്ചു വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ധന്യൻ കാർലോയെ ഉയർത്തി. ഇപ്പോഴിതാ ഒരു അത്ഭുതം കൂടി കാർലോയുടെ മധ്യസ്ഥതയാൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 2022 ഫ്ലോറൻസിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിൾ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മരണത്തോടടുത്ത വാൽവേർഡെ എന്ന 21-കാരിക്ക് കാർലോയുടെ മധ്യസ്ഥതയാൽ നടന്ന അത്ഭുതത്തിന് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകിയതായി മെയ് 23 കത്തോലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കാർലോ അക്യൂറ്റീസ് വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെടാനും അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെടാനും ഇനി അധികം സമയമുണ്ടാകാനിടയില്ല. ഈ കാര്യം വളരെ സന്തോഷം തരുന്നു. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ വിശുദ്ധരായി യഥാർത്ഥത്തിൽ ജീവിക്കുക എന്നത് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കാത്ത കഠിനമായ ലക്ഷ്യമൊന്നുമല്ലെന്ന് എല്ലാവരെയും, പ്രത്യേകിച്ച് യുവജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്ന മാതൃകാവിളിയായിരുന്നു കാർലോയുടേത്. ഞാൻ സന്തോഷത്തോടെയാണ് മരിക്കുന്നത്, കാരണം ദൈവത്തിന് പ്രീതികരമല്ലാത്തവ ചെയ്യാൻ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും പാഴാക്കിയിട്ടില്ല. അവനെപ്പോലെ നമുക്കും മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ദൈവകരങ്ങളിൽ എന്നേക്കുമായി ഉയർത്തെഴുന്നേൽക്കാൻ സന്തോഷപൂർവ്വം മരണം വരിച്ച ഒരു കുഞ്ഞു വിശുദ്ധൻ്റെ വാക്കുകൾ നമുക്ക് വിശുദ്ധിയുടെ പാതയിൽ വഴിവിളക്കാവട്ടെ. ജിൽസ ജോയി എന്ന അടിക്കുറിപ്പോടുകൂടി വാട്സപ്പിൽ നിന്ന് ലഭിച്ച ഒരു സന്ദേശമാണ്. ഇതിലെ ചില കാര്യങ്ങൾ ഏറെ നല്ലതായി തോന്നിയതുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവച്ചത്.